ബാലരാമപുരത്ത് ഒരു 2 വയസ്സുകാരിയുടെ ഒരു കുഞ്ഞിനെ അത് പറയാൻ തന്നെ വളരെ സങ്കടമുണ്ട്. അത് കാണുമ്പോൾ ആ കുഞ്ഞിൻ്റെ തലയിലൊരു തൊപ്പിയും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമുണ്ട്, പേപ്പർ കൊണ്ടൊരു തൊപ്പി ഉണ്ടാക്കി. അത് കാണുമ്പോൾ മനസ്സിന് അത്രത്തോളം വിഷമമുണ്ട്. കുഞ്ഞുങ്ങളുള്ളവർക്കും കൊച്ചുമക്കളുള്ളവർക്കും ഒക്കെ അതേപോലുള്ള സങ്കടം വരും, കുറ്റമല്ല. അത് സഹിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. അതിനെ ജീവനോടുകൂടി കിണറ്റിൽ എറിഞ്ഞു കൊന്നു എന്നുള്ളതാണ്. അതിലൊരുപാട് ദുരൂഹത അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ ഒക്കുന്നില്ല. ഈ അമ്മാവൻ ഹരികുമാർ കുറ്റം ഏറ്റെടുത്തു എന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ കുഞ്ഞിനെ കൊന്നാൽ മാത്രമേ ഇവർക്ക് ഉള്ള സാമ്പത്തിക ബാധ്യതകളൊക്കെ ഇല്ലാതാവുള്ളൂ. ഈ കുഞ്ഞ് ജനിച്ചതോടുകൂടിയാണ് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കുന്നത്, സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായേക്കുന്നത് എന്നുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ധാരണ ഇവർക്കുള്ളതായിട്ടുള്ള ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അതിനകത്ത് നമുക്കൊരിക്കലും പറയാൻ പറ്റാത്ത, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു 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 അവിഹിത ബന്ധത്തിൻ്റെ ഒരു കാര്യം കൂടെ അതിൽ നിന്ന് വെളിയിൽ വരുന്നുണ്ട്. അതായത് ഈ മരിച്ചുപോയ കുഞ്ഞിൻ്റെ മാതാവും അവരുടെ സഹോദരൻ, അതായത് ഇപ്പോൾ ഇത് പ്രതിയായിട്ടുള്ള ഈ അമ്മാവനെന്ന് പറയുന്ന ഹരികുമാറും ആയിട്ടുള്ള വീഡിയോ ചാറ്റിങ്ങൊക്കെ അത് മുഴുവൻ ഇപ്പോൾ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിന് ഈ കുഞ്ഞിനെ എന്തിനു കൊലപ്പെടുത്തിയെന്നുള്ളതിനെക്കുറിച്ചൊരു ശരിയായ ഒരു വിവരം ഇതുവരെ കൊടുക്കുന്നതുമില്ല. പക്ഷേ ഒരു ജ്യോത്സ്യനും അതായത് ഒരു മന്ത്രവാദിയായിട്ടൊക്കെയുള്ള ബന്ധം ഇവിടെ ഇപ്പോൾ ഏതാണ്ട് പുറത്ത് വന്നിട്ടുണ്ട്. ആ മന്ത്രവാദി, അതായത് ഈ ജ്യോത്സ്യൻ എന്ന് പറയുന്ന മന്ത്രവാദി ഏതാണ്ട് ഇപ്പോൾ കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാധ്യമങ്ങളിൽ നിന്ന് കാണുന്ന ഏതാണ്. അയാളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പോലീസ്. എന്തായാലും ചോദ്യം ചെയ്യുകയാണ്, വിവരം അറിയും, നല്ലതായിട്ട് അന്വേഷിക്കണം. ഇപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത് ഈ നമുക്ക് പറയാൻ പറ്റാത്ത ഈ അവിശുദ്ധമായിട്ടുള്ള ഈ ബന്ധം, അവിഹിതം, ഇതുപോലുള്ള ഒരു കാര്യം, അതൊരിക്കലും ആ ബന്ധം ഒരിക്കലും മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഈ സഹോദരനും സഹോദരിയായിട്ടുള്ള ബന്ധമൊക്കെ നമുക്ക് ഈ രീതിയിലുള്ള ആ ബന്ധം എന്നൊക്കെ പറയുന്നത് നമുക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് പറയാൻ തന്നെ എനിക്ക് ജാള്യതയുണ്ട് കേട്ടോ. യഥാർത്ഥത്തിൽ ഇത് കണ്ട് ഞാൻ ആകെ ഞെട്ടിയിരിക്കുകയാണ്, ഇങ്ങനൊരു സംഭവം. പിന്നെ ഇതുവരെ ഞാൻ ഇങ്ങനൊരു കാര്യം ഞാൻ കണ്ടിട്ടില്ല. ചിലയിടത്തൊക്കെ ഇങ്ങനെ ഉണ്ടായി, വല്ല പ്രശ്നമൊക്കെ ഉണ്ടായി കണ്ടിട്ടുണ്ട്. അതറിയാൻ വയ്യാത്ത പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി പോക്സോ മാറ്ററിലൊക്കെ ആയിട്ട് പോക്സോ കേസൊക്കെ ഉണ്ടായി മാറിയിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ അതല്ലാതെ ഇത്രത്തോളം മുതിർന്ന ആളുകൾ തമ്മിൽ ഈ രീതിയിലുള്ള ഒരു ബന്ധം, അത് ഈ പറഞ്ഞു കേട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാധ്യമ വാർത്തകളിൽ നിന്ന് കാണുന്നത്, മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടിയ വിവരമാണ് ആയിരിക്കും അത്, പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് കിട്ടുന്നതാണല്ലോ അത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവന് ഈ കുട്ടികളെ ഇഷ്ടമല്ല, ആ പെണ്ണിനെ ഇഷ്ടമാണ്, അതിൻ്റെ അമ്മയെ ഇഷ്ടമാണ്. മൂത്ത കുട്ടിയെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ഇത് 2 വയസ്സുകാരിയെ എടുത്ത് കിണറ്റിൽ എറിഞ്ഞ് കൊന്നു. പിന്നെ അത് അന്വേഷണത്തിൽ പോലീസ് വന്നപ്പോഴാണ് ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണത്തിൽ വന്നപ്പോഴാണ് ഇതേപോലെ ഒരു ജ്യോത്സ്യൻ പറഞ്ഞു കൊടുത്തു. ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ മന്ത്രവാദിയും അതുമൊക്കെ തന്നെയാണ് പറഞ്ഞു കൊടുത്തു, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ അതായത് ഈ കുട്ടി, ഇളയ കുട്ടി ജനിച്ചതോടുകൂടിയാണ് ഇവർക്ക് സാമ്പത്തിക ബാധ്യത. ഇവൻ ജോലിക്കൊന്നും പോകാതെ വേറെ തൊഴിലും ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുക. അവന് വേറെ വൃത്തിയായിട്ട് ഇടപാടേ ഉള്ളൂ അവൻ്റെ കയ്യിൽ. അങ്ങനെയുള്ളപ്പം പിന്നെ എങ്ങനെ കടബാധ്യത ഉണ്ടാവാതിരിക്കുന്നത്? അതിന് ഈ കുഞ്ഞെന്താ ചെയ്തത്? ഈ എന്ത് പിഴച്ച് 2 വയസ്സുകാരി, ഒരു കാണാൻ നല്ല സുന്ദരിയായ ഒരു കുഞ്ഞ്, അതെന്ത് ചെയ്തിട്ടാണ്? അപ്പോൾ അതിനെ കിണറ്റിലെറിഞ്ഞ് അതിദാരുണമായിട്ട് അതിനെ കൊലപ്പെടുത്തിയതാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ എന്തുണ്ടെന്ന് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് ഇതേപോലെ അന്ധവിശ്വാസത്തിൻ്റെ ഒരു ലാഞ്ചന വരുന്നത്. നമ്മൾ ഒരുപാട് കൊലപാതകങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഇതിൻ്റെ എല്ലാം പുറകിൽ ഏതെങ്കിലും ജ്യോത്സ്യനോ മന്ത്രവാദിയോ കാണും. അപ്പോൾ ഈ ജ്യോത്സ്യം, അതുപോലെ ഈ മന്ത്രവാദം എന്നൊക്കെ പറയുന്ന ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് ഈ ആളുകൾ തിരിഞ്ഞു പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ നമ്മൾ ഒരുപാട് നമുക്ക് കാണാം. അതായത് വളരെ വലിയ കാര്യമായിട്ടൊക്കെ ഓരോ വിധത്തിൽ ഓരോ മതത്തിൻ്റെ ഇത് ഇന്ന മതമൊന്നും ഇല്ല ഇതിന്. ഇത് ജാതി മതമൊന്നുമല്ല പ്രശ്നം. അത് ഒരുപാട് ഏത് മതത്തിലായാലും ഇതേപോലെ വൃത്തികെട്ടവന്മാർ ഒരുപാട് പേരുണ്ട്. ഈ രീതിയിൽ ആളുകളെ ഇന്ന് പണം പിടുങ്ങുന്ന ആളുകളുണ്ട്. അവർക്ക് എന്തെങ്കിലും വലിയ ശക്തിയുണ്ട് എന്നങ്ങ് ബോധ്യപ്പെടുത്തും. ആദ്യം മനസ്സിലാക്കണം, ഈ ദൈവമൊക്കെ നമ്മുടെ മനസ്സിലേ ഉള്ളൂ. ഇവിടെ കാണുന്നതൊന്നും ആളുകളൊന്നും ദൈവങ്ങളല്ല എന്നൊന്നും ആളുകൾ തിരിച്ചറിയണം. അതറിയത്തില്ല. ഈ കോവിഡ് വന്നപ്പോൾ ഈ ദൈവങ്ങളൊക്കെ എവിടെ ആയിരുന്നു? ഒരൊറ്റ എണ്ണത്തിന് നമ്മൾ വെളി കണ്ടോ? ആ കാലത്ത് ഒരെണ്ണം പുറത്തിറങ്ങിയിട്ടില്ലല്ലോ. ഒരൊറ്റ ദൈവം അന്നില്ല. കോവിഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കോവിഡ് അങ്ങനെ വരുമായിരുന്നു എനിക്കറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോ ദൈവങ്ങൾ വെളിയിൽ
വന്നിട്ടുണ്ട്. അതേപോലെ ചിലർ ഓരോരുത്തർക്ക് എന്തെങ്കിലും ഇപ്പം ഏതെങ്കിലും ഒരു അസുഖം വന്ന് എന്ന് പറഞ്ഞാൽ വളരെ വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പച്ചവെള്ളമൊക്കെ എടുത്തിട്ട് അതിലെന്തെങ്കിലുമൊക്കെ മന്ത്രമൊക്കെ ജപിച്ച് വേണമെങ്കിൽ അത് തുപ്പി ഇതുമെല്ലാം കൂടെ കൊടുത്ത് കുടിപ്പിക്കും യവന്മാരെ കൊണ്ട്. വാങ്ങിച്ച് കുടിക്കും, ഇത് വല്ലവൻ്റെയും തുപ്പൽ വാങ്ങിച്ച് കുടിക്കും. എന്നാൽ ഈ ദൈവങ്ങൾക്ക് ഇതേപോലെ സിദ്ധിയുള്ളവൻ എന്തെങ്കിലും ഒരു സൂക്കേട് വന്നാലോ ഏതെങ്കിലും കൊള്ളാവുന്ന ആശുപത്രി പോയി അന്തസ്സായിട്ട് അവിടെ കിടക്കും. എന്നാൽ അവർക്കിത് ജപിച്ച് അങ്ങ് കുടിച്ചാൽ പോരെ, അങ്ങനെ ചെയ്തില്ലല്ലോ. അതേപോലെയാണ് ഈ മന്ത്രവാദങ്ങളെന്നൊക്കെ മനസ്സിലാക്കണം. ഈ മന്ത്രവാദങ്ങളും ഈ സിദ്ധി ഉണ്ടെന്ന് പറയുന്നതൊക്കെ ഒരു കാലത്ത് അങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയാമോ, അത് അവരുടെ അത്രത്തോളം വലിയ ധ്യാനത്തിൽ നിന്നും ഒക്കെ അവർ നേടിയെടുത്തേക്കുന്ന സിദ്ധികളാണ്. അതൊന്നും ഉള്ള ആളുകളൊന്നും ഇന്നില്ല. അതിന് അവരുടെയൊക്കെ കാലം കഴിഞ്ഞു, ഇപ്പോൾ ഒന്നുമില്ല. നമുക്ക് അങ്ങനെയുള്ള ആരെയും കാണാൻ കിട്ടത്തില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ ദൈവങ്ങളെന്ന് പറയുന്ന ആളുകൾ ഇതേപോലെ ചെയ്യുന്ന പണിയാണ് ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു മന്ത്രവാദി എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ ജ്യോത്സ്യം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ എന്ന് അയാളുടെ ഭാര്യ പറഞ്ഞ് ഉടനെ ഈ മനോരമ ചാനലിൽ ഞാനതിൻ്റെ ഡിസ്കഷൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, ശാന്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ്, ഇത് ഈ പൂജാരിയുടെ ഭാര്യയാണ് കേട്ടോ. അത് അവരെ കണ്ടാൽ തന്നെ അറിയാം, കയ്യിലൊക്കെ ഒരു 10-15 ചരടും ഒക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പോഴേ അറിയാം ഇവർ ആരാ എന്താ സാധനം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ചെറിയൊരു ഊഹം കിട്ടും. അത് നോക്കിയാൽ മതി. അവരറിയാം അല്ല ഇവിടെ അങ്ങനെ പൂജയൊന്നുമില്ല എന്ന് വെച്ചാൽ പൂജയില്ലെന്നല്ല, അങ്ങനെ പൂജയൊന്നുമില്ല എന്നാണ് ആ പറച്ചിലിൽ തന്നെ നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ ഇവരിവിടെ വന്നിട്ടില്ല എന്ന് അവർ തീർത്ത് പറയുകയാണ്. ഇവർ വന്നോ ഇല്ലയോ എന്ന് ഇവർക്ക് അങ്ങനെ അറിയാം? ഇവരാണോ ഈ അഡ്മിറ്റ് ചെയ്ത് ഇതൊക്കെ നടത്തുന്നത്? ഈ ആളുകളെ നോക്കുന്നതും ഒക്കെ വലിയ പൂജാരിയും മന്ത്രവാദിയൊക്കെ അല്ലേ. അവിടെ പൂജയാണ് പഠിപ്പിക്കുന്നത്. എന്തോ പൂജയാണ് പഠിപ്പിക്കുന്നത്? അയാൾ എവിടുന്ന് ജ്യോത്സ്യം പഠിച്ചെന്ന് ചോദിച്ചു. അതെനിക്കറിയത്തില്ല. അന്നേരം തന്നെ മനസ്സിലാക്കണം കള്ളമാണെന്നത്. എന്തെങ്കിലും ഒരുത്തനെ ഏതെങ്കിലും ഒരു കാര്യം വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു സത്യത്തിൻ്റെ എലമെൻറ്റ് വരുമെന്ന് പറഞ്ഞാൽ ഇത് അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, വന്നു പോവും. അത് ഞാനിങ്ങനെ അത് കണ്ടോ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് അതുപോലെ എഴുതി കൈ വെക്കും. എന്നിട്ട് പറയും ഒരു ഉത്തരം എഴുതി വെച്ചേക്കും, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതി വെച്ചേക്കും. കണ്ടോ ഞാൻ അന്ന് എഴുതി വെച്ചതായത് കണ്ടോ, ഇല്ല കണ്ടോ, മനസ്സിലായില്ലേ, ഞാൻ പിന്നെ പറഞ്ഞില്ല എന്നുള്ളേ ഉള്ളൂ. ഈ രീതി ചെയ്യുന്ന ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ ജനങ്ങൾ വീഴുന്നിടത്തോളം കാലം ഇതേപോലുള്ള അപകടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെ ഈ അവിശുദ്ധ ബന്ധവും അവിഹിത ബന്ധവും അതിനോടൊപ്പം ഇതേപോലുള്ള അന്ധവിശ്വാസവും. ഈ അന്ധവിശ്വാസം ഇതിന്ന് ആളുകൾ മുക്തരാവണം. നമ്മൾ ഒരുപാട് കാണുന്നതാണ്. നെന്മാറയിലെ ഇരട്ട കൊലപാതകം ഇപ്പം നമ്മൾ കണ്ടല്ലോ. ആദ്യം ഏതോ ഒരു ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തു ഒരു മുടി നീണ്ട സ്ത്രീയാണെന്ന്. പാവം മുടി നീണ്ട സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ അമ്മയായിപ്പോയി മുടി നീണ്ടത്. അതോടുകൂടി അവർ വെട്ടിക്കൊല്ലുകയാണ് നടന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കേസിലായി, ജാമ്യത്തിൽ ഇറങ്ങി. ഇതിൻ്റെ അച്ഛനെയും ഈ പിള്ളേരുടെ അച്ഛനെയും ആ അച്ഛൻ്റെ അമ്മയും കൂടെ അങ്ങ് കൊലപ്പെടുത്തി. ആരുമില്ലിനി ആ മക്കൾക്ക്. ആ രീതിയിലാക്കി. ഇതും അന്ധവിശ്വാസത്തിൻ്റെ ഒരു വകഭേദമല്ലേ നമ്മൾ കണ്ടത്? അതേപോലാണല്ലോ നമ്മൾ ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നരഭോജിയായിട്ട് ആളുകളെ മാറ്റി ഒരുത്തനെ നമ്മൾ കണ്ടതല്ലേ. ഒരു വൃത്തികെട്ടവൻ ചെയ്ത എന്താണ്? അവനെ ഒരു മുസ്ലിം നാമധാരിയാണ്. അവൻ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ അവൻ ഈ മന്ത്രവാദം നടത്തും. അതിനെ ഈ പെണ്ണുങ്ങളെ വേണം. ഉടനെ അത് ഇവിടെ എല്ലാം നിധി നമുക്ക് കിട്ടാൻ പോവാണ്. പിന്നെ നിധി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യും. നിധി വേണം. അപ്പോൾ നിധി എടുക്കാനായിട്ട് 2 പാവപ്പെട്ട സ്ത്രീകൾ ലോട്ടറി കച്ചവടം നടത്തി കഴിയുന്ന 2 സ്ത്രീകളെ കൊണ്ടുപോയി. അവരെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം അവരെ കെട്ടിയിട്ടിട്ട് അവരെ വിവസ്ത്രരാക്കിയിട്ട് അവരെ ശരീരഭാഗങ്ങൾ മുറിച്ചിട്ട് അത് കറി വെച്ച് ഇവരെ കൊണ്ട് കഴിപ്പിച്ചു. അവൻ ഈ വൃത്തികെട്ടം ചെയ്താണ്. അവൻ തിന്നോന്ന് നമുക്കറിയില്ല. അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു ഇവരെ കൊണ്ടത് കഴിപ്പിച്ചെന്ന്. അതാണ്. അപ്പോൾ അവൻ മാനസിക രോഗിയൊന്നുമല്ല, ഇത്രയും വലിയൊരു ക്രിമിനലാണത്. ഗ്രേവ് ക്രൈം നടത്തുന്നവരാണ്. ഇതെല്ലാം ഈ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ ആളുകൾ പോകുന്നത് കൊണ്ടല്ലേ ഈ സംഭവിക്കുന്നത്. ഇത് നമുക്ക് ഈ ലോകത്ത് നടക്കുന്നത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ മതി എന്ന് നമ്മൾ വിശ്വസിക്കണം. നമുക്ക് മതത്തിലൊക്കെ വിശ്വാസമാവാം. അതിനകത്തൊക്കെ ഒരുപാട് അന്ധവിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മതങ്ങളിലുമൊക്കെ ഉണ്ട്, ഓരോ കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അത് കൊള്ളാവുന്ന കാര്യം വിശ്വസിക്കണം, കൊള്ളരുതാത്ത അങ്ങ് കളയണം. അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ കാണുന്നത് നമ്മൾ നോക്കിയെടുക്കുക. ഇനി നമുക്ക് ഇവിടെ നന്മ ചെയ്യാനായിട്ട് നമുക്ക് പരലോക ജീവിതം ഉണ്ടെന്നും അവിടെ നല്ലത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടെ നന്മ ചെയ്യുന്നവനല്ലേ അത് കിട്ടുള്ളൂ.
ഇവിടെ നന്മ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണെന്ന് മാത്രം അതൊന്ന് മനസ്സിലാക്കുക. നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ആളുകളെ സഹായിക്കുക, ആരെയും നമ്മൾ എതിർക്കാതിരിക്കുക, ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഈ ലോകം നമ്മുടേത് മാത്രമല്ല, എല്ലാവരുടേതും കൂടാണെന്ന് നമുക്കൊരു കരുതൽ വേണം, എങ്കിലേ നടക്കുള്ളൂ. ഇത് ഇവന് കടം ഉണ്ടായി, അവന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി, ജോലിക്ക് അവൻ പോകത്തില്ല, അനങ്ങാതിരിക്കും, അവന് വേറെ ഇടപാടുകളാണുള്ളത്. അങ്ങനെ വരുന്ന ഉടനെ അവസാനം എന്താ, ഈ കുഞ്ഞാ കാരണം എന്നാണ്. കുഞ്ഞിനെ നിഷ്കരണക്കേട്ടിരുന്ന് കൊല്ലല്ലേ. അതിനകത്ത് ഈ അമ്മ പ്രതിയാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഈ അമ്മ അറിയാതല്ല, കാരണം ഇവന് വേണ്ടി ആ പെണ്ണ് അനുകൂലമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. പ്രശ്നമാണ്, നമുക്കറിയാം. ഇതിൻ്റെ ഭർത്താവുമായിട്ട് ഈ കുട്ടിക്ക് അടുപ്പമില്ല, ഇല്ലാത്തതിൻ്റെ കാരണം ഇവനാണ്. ഇതായി ബന്ധം. അങ്ങനെ വേണമായിരുന്നെങ്കിൽ അവൾ കല്യാണം കഴിക്കണ്ടായിരുന്നല്ലോ, വേറെ പോകണ്ടായിരുന്നു, മതിയായിരുന്നല്ലോ. ഇത് ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളും അതേപോലെ അന്ധവിശ്വാസവുമാണ് ഇതേപോലുള്ള വലിയ ക്രിമിനൽ കുറ്റങ്ങളിലേക്ക് നയിക്കുന്നത്. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് നമുക്ക് വിശ്വാസമാവാം, ഏത് മതത്തിലും നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് വിശ്വസിക്കാം, പക്ഷേ അന്ധവിശ്വാസമാകരുത്. അത് ശ്രദ്ധിക്കണം.